ട്യൂഷൻ കട്ട് ചെയ്ത് ഞാൻ എന്നിട്ടാണ് ചാലഞ്ചിൽ ട്യൂഷൻ കട്ട് ചെയ്തത്. Guys, ഇന്നത്തെ വീഡിയോയിൽ ഫൈൻഡ് മോർ ബേർഡ്സ് ചാലഞ്ച്. ആരാ ഇത് വന്നിട്ടുള്ളത് അവിടെ വീഡിയോയില്? ആരാ? കിട്ടിയാ ഇല്ല ചോദിച്ചു നിനക്കും കിട്ടും, നിനക്കും കിട്ടും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ സ്പെഷ്യൽ ആയിട്ട് ഗൈസ് ഒക്കെ ആമീസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ കുറച്ച് ഇംഗ്ലീഷ് സ്പെഷ്യൽ ചാലഞ്ച് ആയതുകൊണ്ട് ആമീസ് ആണ് കൂട്ടിയാക്കാന്ന് വിചാരിച്ചു. കുറെ ദിവസമായിട്ട് സത്യം പറഞ്ഞാൽ കുറെ ദിവസമായിട്ട് അപ്പൊ യു ആർ നോട്ട് ആമി. ഗൈസ് അപ്പൊ ഫൈൻഡ് മോർ വേർഡ്സ് ചാലഞ്ച് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളത്. സോ ഗൈസ് അപ്പോൾ നമ്മുടെ ചാലഞ്ചിൽ പങ്കെടുക്കുന്നത് ഒന്ന് നമ്മുടെ ഡോമിനേറ്റർ എക്സ് ആൻഡ് റാഷിക് ദേവി ആൻഡ് റയാന ആമി KMC കൊമ്പൻ. ഗൈസ് ഒക്കെ അപ്പൊ ഈ 4 പേരായിരിക്കും നമ്മുടെ ഇന്നത്തെ ചാലഞ്ചിൽ പങ്കെടുക്കുന്നത്. സോ ഫൈൻഡ് മോർ വേർഡ്സ് ചാലഞ്ച് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബോൾ ഉണ്ടാവും. ആ ഒരു ബോളിൽ കുറെ വേർഡ്സ് നമ്മുടെ ക്രൂ എഴുതിയിട്ടുണ്ടാവും. ഗൈസ് ആ ഒരു പേപ്പറിൽ പൈനാപ്പിൾ ആണ് ഉള്ളതെങ്കിൽ ഗൈസ് അപ്പൊ അതിൽ തന്നെ നമുക്ക് ആപ്പിൾ ഉണ്ട്, പൈനുണ്ട്, കുറെ വേർഡുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ അങ്ങനെ ഓരോ റൗണ്ടിലും ഓരോ വേർഡ്സ് ആയിരിക്കും, പൈനാപ്പിൾ പോലെ ഓരോ വേർഡ്സ് ആയിരിക്കും നമ്മൾ ഉണ്ടാവുക. അപ്പൊ ആ ഒരു വേർഡ്സിൽ നിന്ന് നമ്മൾ മാക്സിമം എത്ര വേർഡ് കണ്ടെത്തുന്നോ അതനുസരിച്ച് മാർക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഒരേപോലെ എഴുതിക്കഴിഞ്ഞാൽ മാർക്ക് മിസ് ആകണമെന്നില്ല. അപ്പൊ നീ ആപ്പിൾ ചെയ്ത് ഞാൻ ആപ്പിൾ ചെയ്ത് അപ്പൊ നിനക്ക് മാർക്ക് കിട്ടും, എനിക്ക് മാർക്ക് കിട്ടും. മനസ്സിലായി? ഓക്കെ ഗൈസ് അപ്പൊ എന്തായാലും കുറെ വേർഡ്സ് ഉണ്ട്. അപ്പൊ മാക്സിമം എത്രത്തോളം കണ്ടുപിടിക്കാൻ പറ്റും അതൊക്കെ എഴുതാൻ പറ്റുമോ? ഈസി ആമ ആടുകൊണ്ട് പറ്റൂല. ഗൈസ് അപ്പൊ എന്തായാലും നമുക്ക് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. സോ ചാലഞ്ച് തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ലൈക്ക് അടിക്കാത്തുണ്ടെങ്കിൽ അത് ലാസ്റ്റ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ റോഡ് എത്ര മില്യണാ? 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ഗൈസ്. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പൊ ഇതാ എന്റെ കയ്യിൽ ബോൾ കിട്ടിയിട്ടുണ്ട്. ഇതിലാണ് നമ്മുടെ ക്രൂ വേർഡ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത്. അതുപോലെ നമുക്ക് എല്ലാവർക്കും എഴുതാൻ വേണ്ടിയിട്ട് പേനും പേപ്പറും പാഡും എല്ലാം തന്നിട്ടുണ്ട്. ഓക്കെ ആമിസ, അപ്പൊ നമ്പർ ഇട്ട് എഴുതണം. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഒരു റൗണ്ടിൽ ഗൈസ് നമ്മൾ 30 സെക്കൻഡ് ആണ് കൊടുക്കുന്നത്. സോ 30 സെക്കൻഡ് മാത്രമാണ് നമുക്ക് എഴുതാനുള്ള സമയം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ അതിനുള്ളിൽ മാക്സിമം എഴുതി തീർക്കണം. ഓക്കെ, ചാലഞ്ച് മനസ്സിലായല്ലോ? പിന്നെ വേറെ കാര്യം, ചാലഞ്ച് തോട്ടിൽ കരയാൻ നിൽക്കരുത് കേട്ടല്ലോ. അമിതിനെക്കാളും കൂടുതൽ ഗോൾ എടുത്ത് നാണക്കേടാ. അതെ അതെ, ഇവിടെ ലക്ഷ്യം ആമീസിനെക്കാളും കൂടുതൽ മാർക്ക് വാങ്ങാന്നുള്ളതാണ് വലിയ പണി. അതെ, നമ്മളോട് എല്ലാവരും കൂടി ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് ഫസ്റ്റത്തെ വേർഡ് എടുത്തു നോക്കാം. സോ ഫസ്റ്റ് വേർഡ് നമ്മുടെ ആമീസ് ആണ് ഗൈസ് എടുക്കാൻ വേണ്ടി പോകുന്നത്. എടുക്ക്, ഞാൻ പറയുമ്പോൾ തുറക്കാം. ഒരെണ്ണം എടുക്ക്. ആമീസ് എടുക്ക്. അവക്കാഡോ ആണ് ഉള്ളത്. ഓക്കെ, സോ അവക്കാഡോയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വേർഡുകൾ എടേ ഇതൊന്നും ഇപ്പൊ ഒരു വേർഡ് കിട്ടിയോ? പോടാ. എന്തെങ്കിലും എഴുതിണ്ടോ? ഞാനൊന്നും എഴുതില്ല. നീ കാണിച്ചോ? വെക്കേഡാ? അതിന്റെ അർത്ഥം എന്താ? അല്ലേലും അത് ടൈം കഴിഞ്ഞിട്ട് എഴുതിച്ചതാ ആക്ച്വലി. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ എന്തായാലും 30 സെക്കൻഡിൽ നമ്മൾ ആരും ഒരു വേർഡ് പോലെ 40 സെക്കൻഡിൽ നമ്മൾ ആരും ഒരു വേർഡ് പോലെ എഴുതിയിട്ടില്ല. ഞാനൊരു കാര്യം, ഇതൊന്നും ഒരു വേർഡ് കിട്ടുമോ ഇതിനകത്തുനിന്ന്? എനിക്കൊന്നും മനസ്സിലായില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഈ അവക്കാഡോന്ന് ഏതെങ്കിലും വേർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ. നിങ്ങൾക്ക് കിട്ടുന്ന വേർഡ്സ് നിങ്ങളും കൂടെ കമന്റ് ചെയ്യാം. ഓക്കെ, വോക്കോ അല്ലേ? ഇല്ല, വോക്കോ ഇല്ല. ഡോക്ക് എന്ന് വെച്ചാൽ ഡോക്ടർ. അത് പക്ഷെ കിട്ടത്തില്ല ഗൈസ്. ഇതൊന്നും ഒരു വേർഡ് പോലും കിട്ടുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഇല്ല, ഇതിനകത്തൊന്നും വേർഡ് പോലും കിട്ടും തോന്നുന്നില്ല. എന്തായാലും ഫസ്റ്റ് റൗണ്ടിൽ ആർക്കും പോയിന്റ് കിട്ടില്ല, കാരണം അത് വളരെ ടഫ് ആയിട്ടുള്ള വേർഡ് ആയിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, കൊമ്പൻ എടുത്തിട്ടുണ്ട്. കോക്കനട്ട് കഴിഞ്ഞാ? കോക്കനട്ട് സ്പെല്ലിംഗ് എഴുതാനല്ലോ. 1 2 3 4 5. അയ്യോ, കോക്കോയിനട്ട് മാത്രം കിട്ടുള്ളൂ അതിനന്ന്. ഓക്കെ ഗൈസ്, അപ്പൊ ആമീസ് എന്താ എഴുതിയത്? കോക്കോയും നട്ടും എഴുതിയിട്ടുണ്ട്. ഓക്കെ, എന്താ എഴുതി? നെട്ടും കോക്കോയും എഴുതി. നട്ട്, കോക്കോ, കട്ട്, ടണ്ണ്,
കോണ്. കോണിന് കോണാ ആ COR അല്ലല്ല COR CON കോൺ. കോൺ ഓ, അയ്യേ. പോപ്കോൺ. ഞാൻ കുറച്ച് അല്ല ഇത് ടോൺ എന്താ ടൺ ഇത് വെട്ടാലേ. 1 2 3 2 3 4 ഓക്കെ Okay. ഗൈസ് ഇവിടെ എനിക്ക് 2 ആണ് കിട്ടിയത്. എനിക്കും. എനിക്ക് ആമിസിന് 2 ഡോമിന് 2. ഗൈസ് ഇത് കുറച്ച് ആലോചിച്ച് ചെയ്യണം, പക്ഷെ വളരെ 40 സെക്കൻഡ് മാത്രമേ ഉള്ളൂ ഗൈസ്, അതാണ് പ്രശ്നം. ഓക്കെ 40 സെക്കൻഡിൽ ഇച്ചിരി പാടാണല്ലേ. നമുക്ക് എന്തായാലും അടുത്ത പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്, നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. പാരച്യൂട്ട്. പാരച്യൂട്ടാ? ഇത് ടാസ്ക് ആലോചിക്കാനുള്ള സമയം കിട്ടുന്നില്ല. അയ്യോ ആമിസ് എന്തൊക്കെ എഴുതിയിട്ടുണ്ട്? പാരച്യൂട്ട് പാരച്യൂട്ട്. സൂപ്പർ. പാരച്യൂട്ട് പാരച്യൂട്ട് അത് 2 പാരച്യൂട്ട്. ഞാൻ ഒന്നേ ഇതള ക്യൂട്ട്. ഞാൻ പാരെന്താ? പറവട്ട. പറവട്ടി. എടാ കട്ട് ഇതിലുണ്ടായിരുന്നല്ലേ? കട്ട്. റേപ്പ്. വേട്. ആണ്ടോ ക്യൂട്ട്. ഈറ്റ്. 4 ഹട്ട് റേറ്റ് ക്യൂട്ട്. അയ്യോ 3. ഓ റേറ്റ് റേറ്റ് ഹട്ടൊക്കെ മൈൻഡിൽ വരുന്നില്ല. ഞാൻ ഒന്നേ ഇതേ ഉള്ളൂ. റേറ്റ് ഹട്ട്. എനിക്കൊന്നും കിട്ടില്ല. അതായത് പാരച്യൂട്ട് അല്ലേ? 3. പാരച്യൂട്ടില് നമ്മൾ ആദ്യം C ആണ് എഴുതിയിട്ട് യു എഴുതിയിട്ട് ചുട്ടല്ല. ഇതില് ഏത് ലെറ്ററും എല്ലാ ലെറ്ററും ഏത് ലെറ്റർ നമുക്ക് ആദ്യം എഴുതാൻ. അപ്പൊ C ഓക്കെ ഗൈസ്. അപ്പൊ എന്തായാലും ഇവിടെ മാർക്ക് നമുക്ക് നോക്കാം. കൊമ്പന് 4, ആമിസിന് 0, എനിക്ക് 1, ഡോമിന് 3 ഗൈസ്. ഓക്കെ അപ്പൊ അടുത്തത് ഡോമിൻ എടുത്തോ. ആപ്പിൾ കൊണ്ട ഗൈസ്. ആപ്പിൾ ആണ് വേർഡ്. ഓക്കെ ഓക്കെ ആദ്യം ആമിസ് പ്ലേ അതിനെന്തായാലും മാർക്കില്ല. ആപ്പ് ലീപ്പ്. ആപ്പ് ലീപ്പ്. പിന്നെ 2 ഓക്കെ ഞാനും ആപ്പ് ലീപ്പ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അവിടെ എന്തൊക്കെ എഴുതി? ആപ്പ് ഏല് തെറ്റാണ്. പെയിൽ സ്കിൻ എന്ന് പറയില്ലേ? അടുത്ത ലീപ്പ്. ലീപ്പ് ഇത് തെറ്റാ. തെറ്റാണ് പിന്നെ എന്തിനൊക്കെ എഴുതുന്ന കാണിച്ച ഇവിടെ ഓടിയിട്ട് പറയും. അതന്നെ ഇപ്പൊ 4 റൗണ്ട് കഴിഞ്ഞു. 5ാമത്തെ 2. ഗൈസ് അപ്പൊ എനിക്ക് 2, കൊമ്പന് 2, ഡോമിന് 3, ആമറ്റിന് എഴുതാറുന്നല്ലേ ചുമ്മാ. ഞാൻ അപ്പൊ അടുത്താല് ആമി BCB ആണ് അടുത്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ആമി BCB കുറച്ച് ചെറുതാക്കി എഴുതണം, കുറെ റൗണ്ടുകളുണ്ട്. ഇങ്ങനെ ആയ പോലെ എഴുതരുത്. ഹെലികോപ്റ്റർ. ഹെലികോപ്റ്റർ ആണ് ഗൈസ്. അയ്യോ ഇതെന്താ? ഓ ഗൈസ് കോപ്പ്. ആമിസ് കോപ്പ്. പിന്നെ നീ എന്താ? പറ. ഞാൻ കോപ്പും ലോപ്റ്ററും. ലോപ്റ്റർ എന്താ? ലോബ്സ്റ്റർ അല്ലേ? ലോബ്സ്റ്റർ. ഞാൻ എഴുതിയത് കോപ്റ്റർ എഴുതിയിട്ടുണ്ട്. കോപ്റ്റർ എന്താ? കോപ്റ്റർ അറിയത്തില്ല? ഇല്ല അറിയത്തില്ല. എടാ മറ്റേ ഹെലി അടിക്കുന്ന ആള് കോപ്റ്റർ അല്ല. ഹിപ്പ് ഹിപ്പ് ഹിപ്പ്. ഓക്കെ കറക്റ്റ്. പോട്ടർ. പോട്ടർ എന്ന് പറഞ്ഞൂടെ? മറ്റേ വാക്കില്ലേ? ഹാരി പോട്ടർ അല്ല. ഇല്ല പോട്ടർ വെള്ളം കൊണ്ടുള്ള ആളല്ല. അയ്യ അതല്ല. ഈ മറ്റേ അത് പോട്ട്. അത് പോട്ടടി. അയ്യോ പോട്ട് മേക്കറാ. പോടാ പിള്ളേരെ പറ്റിക്കാൻ നോക്കുന്ന ഉള്ളതാണോ? ആമിസിന് സ്കൂളിൽ പഠിപ്പിച്ചെന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ 2 ലീപ്പ്. ലീപ്പ് പോട്ടർ ഉണ്ടോ? ആ ഉണ്ട്. ഓക്കെ അപ്പൊ 2. അപ്പൊ ഡോ. അപ്പൊ എനിക്ക് 1. ആ ഡോമിനേറ്റർ എക്സ് എന്തൊക്കെ എഴുതിയേ? ഹെൽപ്പ്. ഓ ഹെൽപ്പ്. ഹെൽപ്പ് ഉണ്ടായിരുന്നില്ല. പീല്. പീല്. കോപ്പ്. 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 പോട്ട്. POT. ആ പോട്ട്. ടോപ്പ്. ഓ
ഇവിടെ ഇത് കൊറേ ഉണ്ടായിരുന്നില്ല. കൊറേ ഉണ്ടായിരുന്നു കേട്ടോ. ആഴ്ചയില് എത്ര മാർക്കാ? 5 മാർക്ക്. ഇഞ്ഞുണ്ട് തൽക്കാലം ഇപ്പൊ വേണ്ട ഗായ്സ്. അപ്പൊ എന്തായാലും ഹെലികോപ്റ്ററിൽ ഒരുപാട് വേർഡ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് തോന്നുന്നത്. ഇപ്പൊ ഡോമിന് 5 പോയിന്റ് ഇട്ടിട്ടുണ്ട്, എനിക്ക് 2 പോയിന്റ്, കൊമ്പന് 1 പോയിന്റ്, ആമിസിന് 1 പോയിന്റ്. ഓക്കെ ഗായ്സ്, അപ്പൊ എന്തായാലും നമുക്ക് അടുത്തത് എടുത്ത് നോക്കാം. ഞാൻ അത് എടുത്തിട്ടുണ്ട്. റിച്ച് ഒക്കെ ഉണ്ടായിരുന്നു. റിച്ച് ഉണ്ടല്ലേ? ഗായ്സ് ഇപ്പൊ അടുത്ത് തുറക്കാൻ വേണ്ടി പോകണം. 3, 2, 1. ഇതെന്താ? ഹിപ്പോ ഹിപ്പോ പൊട്ടാമ. ഇങ്ങനെ ചെയ്തിക്കാം. ഇത് എന്തരത്? ഇപ്പൊ പൊട്ടാപൊത്ത ഗായ്സ് ഇത് വലിയൊരു ആന വേർഡാ കൊടുത്തിട്ടുള്ളത്. അയ്യോ ഇത് ഏതെന്നെ വേർഡ് ഏതെന്നില്ലേ? തുടങ്ങി. Empty hearts and neon lights. They're playing with my mind. Gotta get out of എന്റെ പൊന്നുടാവേ. ബയോ, പെഡല്, ടൊമാറ്റോ, ടോപ്പ്, ഡാലിയ. 1, 2, 3, 4, 5, 6. ടൊമാറ്റോ ഒക്കെ നോക്കട്ടെ. ടൊമാറ്റോ ഡാലിയൊക്കെ മാർക്ക് ഉള്ളതുകൊണ്ട് 7. 7 ആ 4 5 6 7 ഉണ്ട് കാര്യം. ഹിപ്പോപോട്ട്. പോട്ടിന്റെ 1 മാർക്ക് കിട്ടും. ഹിപ്പോ എന്താ? ഹിപ്പോ മറ്റേ ഒരു ഹിപ്പോ എന്ന് പറഞ്ഞിട്ട് ഹിപ്പോപ്പൊട്ടാമസോ? ആനിമൽ ഉണ്ട്. ഹിപ്പോപ്പൊട്ടാമസ് അല്ലേ? ആനിമൽ ഉണ്ട്. ഹിപ്പോപ്പൊട്ടാമസ് അല്ലേ? അല്ല പിന്നെ ഹിപ്പോപ്പൊട്ടാമസ് ആണ്. ഹിപ്പോ കറക്റ്റ് ആണ്. അത് കറക്റ്റ് ആണ്. ഏത് ഹിപ്പോ എന്ന് പറയാം? അപ്പൊ 2. അപ്പൊ 2. ഓക്കെ ഹിപ്പോയും പോട്ടാണ്. എന്റെ മോൺസ്റ്റർ, ഹിപ്പ്, പെഡല്, പോട്ട്, സ്ട്രോമ. 3, 2, 5 എണ്ണം. ഇല്ലാത്തൊരു വേർഡ്. ഹിപ്പ്, മോൺസ്റ്റർ, ഫോബിയ, ഫോൺ, റോസ്, പൊട്ടാറ്റോ, പോട്ട്, ടോപ്പ്. ഫോണൊക്കെ ഉണ്ടായിരുന്നല്ലേ? എത്രയായി? 1, 2, 3, 4, 5, 6, 7, 8. 8 മാർക്ക്. ഡോമ് കത്തുവാണല്ലോ. ഇത് റോമ് ജയിച്ചു. ഇല്ല എന്തെങ്കിലുമൊക്കെ വീട്ടിൽ കയറി പിടിക്കും. ആ ഗൈസ് അപ്പൊ അടുത്തത് എടുത്തോ. എടുത്തോ ആരെടുത്താലും കുഴപ്പമില്ല. 1 തുറക്ക്. അംബ്രല്ല. UMBRELLA അല്ലേ? നീ ഉദ്ദേശിച്ച് മനസ്സിലാടാ. എന്താടാ ഇതൊന്നും കിട്ടണല്ലോ. ഓ അയ്യോ. എനിക്ക് 2 കൂടെ എത്തി. എന്നാ 2 പേര് ഏതൊക്കെയാ? ബ്രായും ഓറും. ഓറില്ലടി. ഓരോ ഞാൻ തിരിച്ചു വേറെ കാര്യം പറയാം. ഞാനും എഴുതി. കിട്ടിയില്ല. ഞാൻ അപ്പൊ ആമിസിന് 1 മാർക്ക്. ബ്രായും ലംബറും. ലംബർ എന്താ? ലംബർ എന്ന് വെച്ചാൽ ഈ പണിയെടുക്കും. ബെല്ലും റൂളും. റൂൾ. നീ എന്താ എഴുതി? ബെല്ല്, ഏല്. ഏലെന്താ? ഏലുണ്ട്. എന്താ അർത്ഥം? എന്താ പറയാ? ഒരു വെള്ളം മറ്റേ ഹോളി വാട്ടർ പോലത്തെ ഒരു സംഭവമാണ് ഏല്. ബെല്ല്, ഏല്, ബ്രാ, ബംപ്, ബമ്പ് എന്താ? ബംപ്, ബംപ്, ബമ്മ എന്താ? ബമ്മെന്ന് പറഞ്ഞാൽ ബമ്മെന്താ? ബമ്മെന്ന് പറയാൻ ബമ്മെന്നിരിക്കും. അതാണ് ബമ്മ. എന്ത് റെയില്? അടുത്തത് അർത്ഥം എന്താ പറയാ? അത് അർത്ഥമില്ല. ഒരു വേർഡ് ഓർമ്മയുണ്ട്, അതുകൊണ്ട് പറഞ്ഞ എഴുതിയതാ. അങ്ങനെയല്ല ആരയ്യല്ലാണ് റെയില്. മറ്റേ റെയിലല്ല, ഇത് വേറെ റെയില്. വണ്ടിയുടെ പാർട്ടായില്ലേ? വണ്ടിയുടെ പാർട്ടല്ലേ? ഒരു ഇതല്ലേ, മെക്കാനിക്കൽ പാർട്ടല്ലേ? ആർക്കറിയാം? സൗണ്ട് ആണോ? മെക്കാനിക്കൽ പാർട്ടല്ലേ? പോട്ടെ. റെയിൽ തന്നെ വേർഡുണ്ട്. എത്ര മാർക്ക്? 1, 2, 3, 4, 5. 5 മാർക്ക്. എങ്കിൽ പിന്നെ നമുക്ക് സെക്കൻഡിന് വേണ്ടി ആമീസിനെ കണ്ട് പോയിട്ടുണ്ട്. അതാണ് ആകെ സമാധാനം. ആമീസിനെ ആഡ് ചെയ്ത് നന്നായി. ഇതിപ്പോ ഞാൻ ലാസ്റ്റ് ആയില്ലേ. CBSE പഠിക്കുന്ന കൊച്ചിന്റെ ഹാൻഡ് റൈറ്റിംഗ് അത് പെട്ടെന്ന് എഴുതണം. 40 seconds ഹാൻഡ് റൈറ്റിംഗ് കാണിച്ചു. അപ്പൊ അടുത്ത പേപ്പർ എടുത്തിട്ട് തുറക്കാൻ വേണ്ടി പോവാണ്. റെഡി 3, 2, 1. എന്താ? കേക്ക്. CAKE. ഒരു വേർഡ് ഉണ്ട്. നിനക്ക് വേർഡ് ഉണ്ടാവും. നിനക്ക് 2 ലെറ്റർ കൊടുത്താലും ഇവന് വേർഡ് ഉണ്ടാവും. അത് വേറെ കാര്യം. പക്ഷെ അങ്ങനത്തെ ഒരു വേർഡ് ശരിക്കും
ആലോചിക്കായിരുന്നു. ആ ആമീസ് വരക്കില്ല മേത്ത് വരക്കില്ല എന്റെ മേത്ത് മൊത്തം വരച്ച് വെച്ചേക്കുന്നത് അത് ആകെ ഉണ്ടാക്കാൻ പറ്റുന്ന 2 വേർഡ് ഇതൊക്കെയാ. കാക്കും കാക്കും. സെറ്റ് ആ കക്കു കക്കു ഏക്കോ ആ ഇങ്ങനെ ഒരു വേർഡ് ഉണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ. എവിടുത്തെ ഓർമ്മ അത് ഏക്ക് അതാണ്. ഇങ്ങനെ ഒരു ഏക്ക് ഉണ്ടോ? ഇല്ലല്ലോ ഇല്ല അതാ വെട്ടല്ലേ? അത് കിട്ടിയ സത്യം. അപ്പൊ 0 കാക്കല്ല കാക്കുണ്ട് പുറത്ത് കാക്ക പറന്നു പോകണം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ എന്തായാലും അടുത്ത വേർഡ് എടുക്കാൻ വേണ്ടി പോവാണ്. ആ അടുത്ത വേർഡ് ഞാൻ പെട്ടെന്ന് എഴുതി വെച്ചോട്ടെ. പോപ്കോൺ. POPCORN. ഓക്കെ ആ പോപ്പ് കോർന്ന് ഓറ് പറ്റത്തില്ലടി. ഓറ് പറ്റൂല. ഈസ് ഓറ് ആസ് ബാസ് അതൊന്നും ഇടാൻ പറ്റില്ല. അപ്പൊ പോപ്പും ഉണ്ട് കോണും കോണും ഉണ്ട്. അപ്പൊ 2 മാർക്ക് ആമീസിന്. 2 ഞാൻ എഴുതിയത് കോണ്, പോപ്പ്, പൂപ്പ്, പ്രോ. പൂപ്പുണ്ടായിരുന്നല്ലേ? ഞാൻ എഴുതാ പൂപ്പുണ്ടായിരുന്നു. ഞാൻ പക്ഷെ വേറൊരു സംഭവം എഴുതി. 4. എത്ര ടി? കോണ്, ആ പോപ്പ്, ആ. PORN. ആ അത്രേ ഉള്ളൂ. ഓക്കെ 3. പോർന്ന് പഠിച്ച എഴുതിക്കണം. കോണ് പോർന്ന് പോർന്ന് ഞാൻ ഒരു വാക്ക് ആ കാണാത്ത രീതിയിലാണ് എഴുതിയേക്കുന്നത്. ആ കോണ്, പോപ്പ്, പൂറ്, പൂരണ്ടായിരുന്നു. ആ റോണെന്താ റോൺ. ആളുടെ പേര് റോൺ. ആളുടെ പേര് ആളുടെ പേരാ? വൈദ്യമാരെ പേരൊന്നും എഴുതാൻ പറ്റില്ല. 1 2 3. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് എടുക്കാം. ഡോമോയുടെ അടുത്ത ഐശ്വര്യായിട്ട് എടുത്ത 1. അത് കൊച്ചിരി വലുതാ. ആ വലിയ ഞാൻ spelling എന്റർപ്രണർഷിപ്പ്. പറയാം. ശരിക്കും Damn, bro. ഓക്കെ. ആ ആമീസ് എന്തൊക്കെ എഴുതി? എൻറ്റർ ഷിപ്പ് പ്രീ ഫ്രീ എന്താ? PRE ഫ്രീ ഫ്രീ ഉണ്ടോ? Pre enter. അല്ല പ്രീ ഇല്ല, പ്രീവിയസ് പ്രീ. പ്രോവിന് മാർക്ക് കൊടുത്താ പ്രോയില് കൊടുത്തെങ്കിൽ ഫ്രീ ഉണ്ട്. അപ്പൊ പ്രീയിലും കൊടുക്കണം. അപ്പോ 3 1 2 3 മാർക്ക്. എൻട്ര ഷിപ്പ് പ്രീ 3 എഴുതിയിട്ടുള്ളത്. ഞാന് ഷിപ്പ് എൻട്ര ഷീപ്പ് ട്രീ 4. ഞാൻ ഷിപ്പ്, ഹിപ്പ്, റേപ്പ്, നട്ട്, നട്ട്, ഞാൻ നട്ട്, നെട്ടൊക്കെ ഉണ്ടല്ലേ? അയ്യോ ബ്രഷ്, ഫ്രഷ് കട്ട്. 6 പോയിന്റ്. ഷിപ്പ്, എൻഡർ, ഷീപ്പ്, പെറ്റ്, ട്രീ, പെൻഡ്, 10. അപ്പൊ എനിക്ക് 4, ആമീസിന് 2, കൊമ്പൻ 6, ഡോമിനി 7. നാ എടുത്തോ. ലക്കുള്ള ഫുഡ് ചാലഞ്ചാ. 3 2 1. വോൾക്കാനോ. വോൾക്കാനോ. മതി. അയ്യോ കൊണ്ടാ എഴുതി വന്നതാ. ആ ആമീസ് എന്തൊക്കെ എഴുതി? മര്യാദക്ക് എഴുതാത്തിന്റെ കുഴപ്പമുണ്ട്. നിനക്ക് 1 മാർക്ക്. നിനക്ക് ഒറ്റ മാർക്ക് ഉണ്ട്. എന്റെ ഞാൻ പറയാവേ. ക്യാന്, ക്യാനും ലോണ്, ലോണ്, കനോള്. കരോളെന്നൊക്കെ കനോളും മറ്റേ മെഡിസിൻ അല്ലേ? നോക്കിയേ കനോളില്ലേ നോക്കിയേ. ആ അടുത്ത എന്നോ എല്ലേ ആണോ? ഇതെന്താ? ഇതെന്താ? ലൊക്കേഷൻ LOC. ഓഹോ അതെന്താ പിന്നെ പ്രൊഫഷണൽ പ്രോ പൊളിച്ച് അത് പൊളിച്ച്. LOC ഉണ്ടോ? LOC ലൊക്കേഷൻ പ്രോയും പ്രീയും ഡിക്ഷണറിയിലുണ്ടായിരുന്നു. ഉണ്ടായിരുന്ന അന്നേ ലൊക്ക് ഉണ്ടെന്നൊക്കെ പിന്നെ പോടാ. പിന്നെ ലൊക്കേഷൻ LOC എന്താണ്? അല്ലേ? ആ ലൊക്കേഷൻ പോടാ. നിനക്കൊക്കെ അത് ഇതൊന്നും ഞാൻ ഒന്നും എഴുതിയില്ല. എനിക്കൊന്നും കിട്ടിയില്ല. ആ ക്യാൻ എഴുതണം വിചാരിച്ചു. പക്ഷെ ക്യാൻ മറ്റേ ക്യാൻ വിചാരിച്ചാ. എന്ത് ബോള്? വോളിയത്തിന്റെ ബോള്. ബോളത്തിന് ബോളാ. പ്രൊഫഷണലിന്റെ പ്രോ ഉണ്ടെങ്കിൽ വോളിയത്തിന്റെ ബോൾ ഇട്ടൂടെ. അടുത്ത റൗണ്ട് പോലെ ഇനി അങ്ങനെ പറ്റില്ല. ഓക്കെ ഡോമിന് 2, പ്രോയും കൂവും അതൊന്നും വേണ്ട. കൊമ്പന് 4 പോയിന്റ്. ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് അടുത്തതിലേക്ക് പോവാം. 0 0. യെസ് ഞാൻ എടുക്കണ്ടേ? എന്നാ അടുത്തോ. മുട്ട മുട്ട എക്സ്ട്രാ പേപ്പർ ഇട്ടോ. 3 2 1. ചെയർ. ആമീസ് എന്തൊക്കെ എഴുതി? എയർ എയർ. ഓക്കെ ആമീസ് എയർ എഴുതിയാ? നീ എന്തൊക്കെ എഴുതി? എയർ. ആമീസ് എയർ. അപ്പൊ ആമീസിന് 1 മാർക്ക്. 1 മാർക്ക്. ഞാൻ ഹെയർ. ഹായ്. ആയാ ഹായ് എന്ന് വെച്ചാൽ വേടാടേ. ഹായ് എന്ന് വെച്ചാൽ വേടാ. ഇതിലൊരു അച്ഛല്ലേ ഉള്ളൂ. ആ അപ്പൊ എന്തിനാ 2 അച്ഛൻ? എവിടെ ഉണ്ട്? എവിടെ?
അത് വേറെ വാക്കില് രണ്ട് അങ്ങനെ പറ്റോ? നിനക്കപ്പോ ഇതുവരെ കളി മനസ്സിലായി? അത് നമ്മുടെ നാട്ടങ്ങനെ എഴുതാൻ പാടില്ലെന്ന് അറിയില്ല. അത് അങ്ങനെയല്ല, മനസ്സിലായോ? എയർ, ഹായ്, റിച്ച്, ചായ്, എയർ. എയർ, ചായ, റാക്ക്. നിങ്ങൾ ഈ ചായ കുടിക്കുന്ന ഒരു ചായ എഴുതിയിട്ടുണ്ടല്ലേ? റാക്ക് എന്താ? റാക്ക് അറിയില്ലേ? റാക്ക് ഇല്ല, അത് മറ്റേ റാക്ക്. റാക്ക്. അപ്പൊ വെട്ടണല്ലേ? RAC വെട്ടിക്ക. അപ്പൊ 3 മാർക്ക്. ഞാൻ പറയട്ടെ, ഹെയർ, കാറ്, റിച്ച്, ആർക്ക്. കാറുണ്ടായിരുന്നില്ല. ആർക്ക് ആർച്ച്. അല്ല, ആ ആർക്കല്ല, ഈ ആർക്ക് മറ്റേ ബോട്ടിന്റെ ആർക്കാണ്. ബോട്ടിന്റെ ഫ്രണ്ടിലുള്ളതാ ആർക്ക്. പക്ഷെ അതിന്റെ സ്പെല്ലിങ് ARC ആണോ? ഉണ്ടല്ലേ? ഡോമിന് 1 2 3 4. ഡോമിന് 4, എനിക്ക് 3, ആമിസ് 1, കൊമ്പന് 5. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. ഇത് വലിയ വാട്ടർഫാൾ. വാട്ടർഫോൾ. ആമിസ് വായിച്ചോ. ന്യൂ വേർഡ്സ് ഉണ്ടോ ഇതിന്റെ അകത്ത്? ഫോൾ വാട്ടർ വാർ. വാറുണ്ടായിരുന്നല്ലേ? കുട്ടികളുടെ ബുദ്ധി വല്ലാത്ത ബുദ്ധി. ആമിസിന് 3 മാർക്ക്. ഫാള്, വാട്ടർ, ഫെല്ല്, 8, ടിയർ, ഓൾ, ഫെയില്. ഫെയിൽ അല്ലല്ലോ, ഇതെന്താ എഴുതിയാണ്? ഇത് ഫാളെന്ന് എഴുതിയാണ്. ഇതൊന്നും എഴുതിയുണ്ട്. ഫോൾസ്. ഫാൾസ്. വാട്ടർഫോളില് ഇത് എസ് അല്ലായിരുന്നു, TR ആയിരുന്നല്ലോ, സോറി. വാട്ടർ 7 മാർക്ക്. ഓക്കെ, എന്റെ വാട്ടർ, ഫാള്, ഫെല്ല്, 8, റാറ്റ്, വെല്ല്, ടീ, ലെറ്റർ, ടീ, വെല്ല്, റാറ്റ്. 1 2 3 4 5 6 7 8. 8 മാർക്ക്. റാറ്റും ടീ ഉണ്ട്. ടീ. ഇവിടെ ഫാള്, വാട്ടർ, റേറ്റ്, 8, ഈറ്റ്, വാള്, ലേറ്റ്. 7 മാർക്ക്. Oh my god, so many. So many words guys. അതിൽ ഇനിയും ഇഷ്ടംപോലെ ശരിക്കും 8 ഒരു 10 വാക്ക് ഉണ്ടാവില്ല. വാറ ആർക്കും കിട്ടിയില്ല കേട്ടോ. നമ്മള് ഗെയിം കളിക്കുന്നവരായിട്ട് വാറ കിട്ടിയില്ല ഗൈസ്. അപ്പൊ നമുക്ക് അടുത്ത വേർഡ് എടുക്കാം. ഓക്കെ, കെച്ചപ്പ്. എന്തൊക്കെ കപ്പ്, ഹട്ട്, പുട്ട്. ഇതൊക്കെ എവിടെ നിട്ടിടി? ഹട്ട്, പുട്ട്. ഇവിടെ കളി പഠിച്ചു കേട്ടാ. 3 ഞാന് പെറ്റും ടെക്കും. ഞാൻ ടെക്ക്, പുട്ട്, ETC, കെറ്റെന്താ? അത് ആ ഈട്ടിസിന്റെ അപ്പുറത്ത് കെട്ടെന്താ? വെട്ടിക്കോ. കെട്ടില്ല, നോക്കണ്ട, വെട്ടിക്കോ. അപ്പൊ 2 പുട്ട്, കേക്ക്, ഹട്ട്. കേക്കാ? ഏത് കേക്ക്? അയ്യോ, എവിടെ? എവിടെ? അയ്യോടാ, 2 അല്ല, പുട്ട്, ഹട്ട്. രണ്ടുള്ളല്ലേ? എടി നീ 3 അമീസിന് കൂടുതൽ പോയിട്ട് നടന്നോ? എല്ലാരും ഇങ്ങനെ നടന്നു. അടുത്ത റൗണ്ട് വരട്ടെ. ലീഡിങ് അത്രേ ഉള്ളൂ. വലിയ വാക്കാൻ തോന്നുന്നു. ബൂമറാങ്. ബൂമറാങ്. അടുത്ത വേർഡ് ബൂമറാങ്. ബൂ എന്താ? ബൂ. അടുത്ത റാങ്. ഹാങ് അല്ലേ നീ? ബൂമറാന് മോറ് ന്യൂബ്. പൊട്ടിത്തെറിക്കല്ലേ ഭൂം. റൂം. ഓ, ഇത് കൊറേ ഇതിണ്ടല്ലോ. ആരാണ് വെട്ടിക്കോ? ഇത് ബൂറാണ്. ബൂറ്. റൂം, റാൻ, റാങ്, റോബ്, പിന്നെ മെറിച്ച്. റൂണോ? റൂമെന്ന് എഴുതിയതാടാ. പക്ഷെ റൂൺ ആയുള്ളൂ. മാർക്ക് കൊടുക്കണോ ഡോമേ? അത് എഴുതി തെറ്റിക്കല പോയി. റൂണെന്ന് ആരല്ല എഴുതി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റിയാണ്. മെറൂണ്. മെറൂണിന്റെ സ്പെല്ലിംഗ് അതാ? MEROON. അപ്പൊ വെട്ടി, അതും പോയി. ഗമ്മ്, അതൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്കാ. മെറൂൺ നല്ല സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു ചാലഞ്ചിലെ ഫൈൻഡ് ദ വേർഡ് ചാലഞ്ചിലെ എക്സ്ട്രാ പേപ്പർ ഉണ്ടോ? ലാസ്റ്റത്തെയാണ്. ലാസ്റ്റത്തെയാണ് ഗൈസ്. ഓക്കെ, വലിയ പേരാണെങ്കിലോ? ലാസ്റ്റത്തെയാണ്. 3 2 1. ഡ്രീം ക്യാച്ചർ. ഓക്കെ, ആമിസ് പറയും. ക്യാറ്റ്, ഹെയർ. ഓക്കെ, 2.
ഇനി ഞാൻ ചെയ്ത് പറയാം. ഡ്രീം, ക്യാറ്റ്, ക്യാച്ച്, റാറ്റ്, ക്രീം, ടീച്ചർ. ടീച്ചർ. അല്ല ടീച്ചർ എവിടെയാ? എച്ച് എവിടെ ഡ്രീം ക്യാപ്ചർ? ഡ്രീം ക്യാപ്ചർ അല്ല, ഡ്രീം ക്യാച്ചർ ആണ്. ഡ്രീം ക്യാപ്ചർ അല്ലേ? ക്യാച്ചറാണ്. ക്യാപ്ചറാ, ഡ്രീം ക്യാച്ചറാ, മറ്റേ സാധനമല്ലേ? രണ്ട് വേർഡല്ലേ ക്യാപ്ചർ? എല്ലാത്തിലും ബി ഉണ്ട്. ക്യാപ്ചർ വെട്ടി, ക്യാപ്പ് വെട്ടി, രണ്ടെണ്ണം പോയി. ഡ്രീം ഉണ്ട്. ബിയർ ഇയർ ക്യാപ്ചർ ബിയർ എന്താ ബിയറിനെ അറിയത്തില്ലേ? അതിന് ബി എവിടെ? ശരിയല്ല, ഡ്രീം ക്യാച്ചറിലൂടെ ബി. അയ്യോ ഇത് ബി അല്ലേ? എടാ ഞാൻ അറിയാതെ ഡ്രീമിന്റെ ആദ്യം ബി എടാ ഞാൻ എന്നിട്ട് വെട്ടി മാറ്റി എഴുതി എന്നിട്ട് പക്ഷെ എന്നിട്ട് അതിന് ബി എന്ന് വിചാരിച്ചിട്ട് വെട്ടിയിട്ട് ഡ്രീം. അപ്പൊ എത്ര എങ്ങനെ നാലാവുന്നേ? രണ്ട്. സോ ഡോം എത്ര? ഹെയർ അല്ല ക്യാറ്റ്, ഡ്രീം, റാം. റാം അല്ലെങ്കിൽ വേറെ സാധനം ഉണ്ട് പിസിന്റെ. ക്യാപ്ചർ. ക്യാപ്ചർ. ഓക്കെ, എത്ര? 1 2 3 4 5. ഡോമിന് 5. ക്യാച്ചർ ക്യാച്ച് ചെയ്തി. ഇനിയിപ്പോ എന്താ ടോട്ടൽ മാർക്ക് നോക്കണം അല്ലേ? 57. അത്രേ ഉള്ളൂ. 57 പോയിന്റ് ഉള്ളൂ. അയ്യോ അപ്പൊ സെക്കൻഡ് ചെയ്യാ. അതെങ്ങനെ ആവുന്നതാ? ഇവിടെ ഉണ്ട് ചുട്ടാപ്പി. ഫസ്റ്റ് ആമിസിന് കൂട്ടി അത് കൂട്ടാനൊരു സമാധാനം. 31. ആമീസ് 31. നീ എത്രയാ രാശി? ഞാൻ 57. 61, 64, 66. എനിക്ക് അല്ലെങ്കിൽ കൺഫേം ആയിരുന്നു. അതിന് ഫസ്റ്റ് തന്നെ കുറെ നല്ല മാർക്ക്. ഡോമ കുറെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഒരു എന്റെ ദിവസം 70 ഉണ്ടാവും. 80 പോയിന്റോ? ബുദ്ധിമാനേ. ഉണ്ടാക്കി. അപ്പൊ മാർക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് അടിച്ചിരിക്കുന്നത് ഡോം ആണ്. ആൻഡ് സെക്കൻഡ് പൊസിഷൻ നോക്കുകയാണെങ്കിൽ കൊമ്പനാണ് ഗൈസ്, 66 പോയിന്റ്. തേർഡ് പൊസിഷൻ നോക്കുകയാണെങ്കിൽ റാഷിക് DB 57 പോയിന്റ്. നോക്കുവാണെങ്കിൽ ഫസ്റ്റ് അടിച്ചിരിക്കുന്നത് അപ്പൊ എന്തായാലും അടുത്ത ചാലഞ്ചിൽ പാർട്ട് 2 ആമീസ് ഫസ്റ്റ് അടിക്കണം കേട്ടോ. പഠിച്ചിട്ട് വരണം. അപ്പൊ ഫുള്ള് ഓക്കെ. നമ്മുടെ ഇന്നത്തെ ഒരു ചാലഞ്ച് ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു കിടിലൻ ചാലഞ്ച് കൂടി നമ്മൾ വീണ്ടും വരുന്ന അതുവരെ അതെ അതെ ഗൈസ്, ട്യൂഷനൊക്കെ കട്ട് ചെയ്തിട്ടാണ് ആമീസ് നമ്മുടെ ചാനലിൽ കയറിയത്. അപ്പൊ എല്ലാവരും ലൈക്ക് 1 മില്യൺ ആക്ക്. 1 മില്യൺ ട്യൂഷൻ കട്ട് ചെയ്ത് പറ. ട്യൂഷൻ കട്ട് ചെയ്ത് എന്നിട്ടാണ് ചാലഞ്ചിൽ ട്യൂഷൻ കട്ട് ചെയ്ത് ഗൈസ്. അപ്പൊ ബൈ ബൈ.